പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജീരകം ചെറിയുള്ളിയൊക്കെ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത ചിക്കനാട്ടത്. ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തുണ്ടാകുമ്പോൾ അടിപൊളി ടേസ്റ്റ് വരും കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ വെളിച്ചെണ്ണ ചൂടായതാ ഓരോ കഷ്ണങ്ങൾ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു 3/4 ഭാഗം വെന്താൽ മതി. ബാക്കി ഗ്രേവിൻ്റെ കൂടെ വേവും കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഇതാ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും നല്ല പൊറോട്ടൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടത്. അങ്ങനെ ഇതാ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്ത് ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗവും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കണം. തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ഗ്രേവി തയ്യാറാക്കാൻ വേണം. അതുകൊണ്ടൊരു പാത്രം അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. നമുക്കൊന്ന് സവാള ഒന്ന് വഴറ്റിയെടുക്കാനാണ്. ഞാനൊരു 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ചട്ടി കാഞ്ഞ് വരുന്നുണ്ട്, ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സവാള അതിലേക്ക് ഇട്ട് വഴറ്റി കൊടുക്കട്ടോ. നന്നായി വഴറ്റി കൊടുക്കണം. ഒരു വാടിയ മുല്ലപ്പൂവിൻ്റെ അത്രയും വഴറ്റി കൊടുക്കട്ടെ നമ്മൾ. അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. നല്ലോണം വരട്ടെ. അങ്ങനെ ഏകദേശമൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടെ ഇളക്കി വെക്കണം. ക്ഷമിക്കണം. ഇതൊന്ന് ഇളക്കി ഇതാവണത് വരെ നമ്മൾ ക്ഷമിച്ച് കാത്തുക്കണം കേട്ടോ. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവാള എല്ലാം വനച്ച് നമ്മളെ ചിക്കൻ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഏകദേശമായി വരുന്നുണ്ട്. കണ്ടില്ലേ? ചിക്കൻ 2 ഭാഗവും വെന്ത് വരുന്നുണ്ട്. നമ്മൾ സവാള വഴണ്ടി വന്നപ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കറിവേപ്പിലൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് പച്ചമുളക് ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നല്ല വരട്ടോ. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് സോഫ്റ്റായി വരാൻ. അതിലേക്ക് മഞ്ഞൾപ്പൊടി മസാലകളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതിനോട് ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കുന്നുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടി ഉണ്ട്, ഏലക്ക പട്ടയും പൊടിച്ചത് ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി തക്കാളി 2 പേസ്റ്റാക്കി വെച്ചത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി വേവിച്ച് വെച്ച ചിക്കനും അതിലേക്ക് ഇട്ട് ആഡ് ചെയ്ത് നല്ലാക്കി ഇളക്കി കൊടുക്കുകയാണ്. മല്ലിയില തൂവിയിട്ടുണ്ട്. നന്നാക്കി ഇളക്കി മിക്സ് ചെയ്തു. കണ്ടില്ലേ, ഇത് അടിപൊളി നമ്മളെ ചിക്കൻ ഗ്രേവി അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റ് ആട്ടത്.